ചങ്ങനാശ്ശേരി 60 കുളം. ഈ 60 എന്നുള്ള പേര് ഇവിടെ 60 ഏക്കർ പാടമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പഴമക്കാർ. ഇതിനോട് ചേർന്ന് വെജിറ്റബിൾ മാർക്കറ്റ്, കുട്ടനാട്ടിലോട്ടുള്ള സകല വെജിറ്റബിളും പച്ചക്കറികൾ കയറിപ്പോയിക്കൊണ്ടിരുന്നത് ഈ കടവിൽ നിന്നാണ്. 100 കണക്കിന് വള്ളങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് വരികയും കുട്ടനാട് ഭാഗത്തോട്ട് ഇവിടെ നിന്ന് വള്ളത്തേൽ ലോഡ് കയറി പോവുകയും ചെയ്യുമായിരുന്നു. അതാണ് ഒരു 35 വർഷമായിട്ട് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇതങ്ങോട്ട് മുന്നോട്ട് മൊത്തം ഇങ്ങനെ വർഷങ്ങളായിട്ടിങ്ങനെ ചെളി പിടിച്ച് പുല്ല് കയറി പാമ്പും ഒക്കെ കയറി ഇങ്ങനെ കിടക്കുക. ഇപ്പോൾ ഇത് ക്ലീനാക്കുന്നതിൻ്റെ ഒരു പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അശാസ്ത്രീയമായി പണിതു വെച്ച ഈ പാണ്ടിച്ചലക്കടവ് പാലമാണ് ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഭാഗത്തെ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയാം. ഇതിനപ്പുറത്തോട്ട് ആരും മൈൻഡ് ചെയ്യാറില്ല. പണ്ടുണ്ടായിരുന്ന ഒരു പാലമാണ് ഈ കാണുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഒരു തടിപ്പാലമായിരുന്നു. ഇതുപോലെ ഈ റോഡ്, അതായത് ഈ അടി റോഡ് എന്ന് പറയുന്ന പാണ്ടിച്ചലക്കടവ് റോഡ്, ഈ റോഡ് പണിയാനായിട്ട് ഫണ്ടൊക്കെ ആയി കിടക്കുക. പക്ഷേ ആൾക്കാർക്ക് കൊടുക്കാൻ വില്ലേജിൽ പൈസ ഇല്ലെന്നാണ് പറയുന്നത്. സ്ഥലം ഏറ്റെടുത്ത് ഇത് നോക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് മൊത്തം ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഇനി അപ്പോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോക്കിക്കേ, ഇത്ര വർഷമായിട്ട് കിടക്കുന്നതാണ്. എല്ലാ വേസ്റ്റ് നാട്ടുകാർ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തോട്ടാണ് കൊണ്ട് കുത്തുന്നത്. അപ്പോൾ ഇത് ഈ ലക്ഷങ്ങൾ മുടക്കി ഇത് ക്ലീൻ ചെയ്താലും ഇനി മുമ്പോട്ട് ഇതിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഈ തോട് നല്ല രീതിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഇടാതെ ഇവിടുത്തെ നാട്ടുകാർ നോക്കണം. ഇത് ശരിക്കും ഇറിഗേഷൻ അല്ല ഇത് നോക്കേണ്ടത്. നിങ്ങളുടെ ഇവിടുത്തെ ഓരോ വ്യക്തികളാണ് നിങ്ങളുടെ പരിസരം നോക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ കിടക്കത്തുള്ളൂ. നോക്കിക്കേ, ബോട്ടിയെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു ചെറിയ കായലെ തോടാണ് ഇത്. ബോട്ടിയെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂറിസത്തിന് സാധ്യതയുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചങ്ങനാശ്ശേരിക്കാർ നിന്നാൽ ഇവിടെയൊക്കെ വലിയ വികസനത്തിന് സാധ്യതയുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ജനങ്ങളെ ബോധവൽക്കരിക്കണം. ജനങ്ങൾ ബോധവാന്മാരാകണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാകൂ. ഇത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന കായലാണ്. ഇവിടെ വന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് ചങ്ങനാശ്ശേരി ഭാഗത്തോട്ട് പോകുന്നു. ഇത് ഞാനിപ്പോൾ 60 എന്ന് കാണിച്ച് നോക്കി, എൻ്റെ വീതി നോക്കിക്കുക എന്നാ ഉണ്ടെന്നുള്ള. ഭയങ്കര വീതിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നാൽ വീതി കുറഞ്ഞ് 60 ഭാഗത്തോട്ട് വരുന്നത്. ആ നേരെ കാണുന്ന സ്ഥലം കൊണ്ടൂർ റിസോർട്ടിൻ്റെ അതിൽ കയറി വരുന്ന ഈ നേരെ കാണുന്നത്. അപ്പോൾ ഇത് 4 കൂടുന്ന ഒരു ജംഗ്ഷനാണ്. ഇത് നല്ല രീതിയിൽ നോക്കിയാൽ മനോഹരമായ രീതിയിൽ കിടക്കുന്നൊരു സ്ഥലമാണ്. അതുപോലെ ഈ ചിറ ഇങ്ങനെ വന്ന് ഇവിടെ ഒരുപാട് ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ നല്ല രീതിയിലായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ നമ്മുടെ ടൂറിസം മേഖലയിലോ ഒക്കെ അതിന് കഴിവുള്ളവർ വരണം. അവർ നമ്മുടെ നാട്ടിൽ വന്നാൽ മാത്രമേ നമ്മുടെ ചങ്ങനാശ്ശേരിക്കൊരു വികസനം ഉണ്ടാകത്തുള്ളൂ. ഇനിയും വരുന്ന വോട്ടുകൾ നിങ്ങളങ്ങനെ കഴിവുള്ളവരെ നിങ്ങൾ ജയിപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നാടിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ. ഈ സ്ഥലത്തിൻ്റെ ഉടമേനെ നമിക്കണം കേട്ടോ. വേറെ വല്ലവരും ആണെങ്കിൽ സ്റ്റേയ്ക്കും കാര്യത്തിനുമൊക്കെ പോയേനെ. അല്ലെങ്കിൽ ഈ വർക്ക് എടുത്തവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ വെച്ച് കിട്ടണം, എങ്കിൽ മാത്രമേ എൻ്റെ പുരയിടത്തിൽ ഇത് തള്ളാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കുടുംബക്കാരെ സമ്മതിക്കണം. അവർക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ചങ്ങനാശ്ശേരി ബോട്ടിലെ പോളയൊക്കെ വാരി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. 9 ലക്ഷം രൂപ. പക്ഷെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തേക്കെന്നാണ് കരാറ്. ഞാനിപ്പോൾ ഇത് ഷുബു എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് പിടിച്ചിരിക്കുന്നത്. പുള്ളി അതിരമ്പുഴയുള്ള ആളാണ്. അപ്പം അയാളിവിടെ ഇല്ല. അവരുടെ സ്റ്റാഫോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ചേട്ടാ 1 വർഷത്തേക്കെന്ന് പറയുന്നത് ഞങ്ങൾ തിങ്കളാഴ്ച ഇവിടുന്ന് കയറിപ്പോവും. തിങ്കളാഴ്ച ഇവിടുന്ന് കയറിപ്പോയാൽ പിന്നെ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇത് നിറയുമല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും വരും. അങ്ങനെയാണ് 1 വർഷം. അല്ല ഞങ്ങൾക്ക് ഈ സാധനമായിട്ട് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ
പൊതുജനങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതൊരു വ്യക്തിയെ അല്ലെങ്കിൽ 2 പേരെ ഒരു മാസശമ്പളത്തിന് നിർത്തി ഇത് വരുന്ന പോള വാരി മാറ്റുന്നതല്ലേ ഉചിതം? അല്ലാതെ ഇവരെയും കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണോ? നമ്മുടെ ഓരോരുത്തരെയും കാശല്ലേ ഇത് വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് ഇനി ഇത് നിറഞ്ഞ് ഇത് നാറി കിടക്കണോ? നോക്കെ എത്ര മനോഹരമാണ് പോളയില്ലാത്ത നമ്മുടെ ബോട്ടിയെട്ടി കാണാൻ. ലൈറ്റ് കത്തുന്നില്ലേലും ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ്. ഇതൊക്കെ നമ്മൾ ആരോട് പറയാനാ? ആരും ഒരു വീഡിയോയ്ക്ക് പറയാൻ പോലും നിൽക്കത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാം അവരുടെ സിമ്പന്തികളും അല്ലെങ്കിൽ പറയാൻ പേടിയുള്ളവരും അങ്ങനെയൊക്കെ. ഏതാണ്ട് ഒരു ഹൗസ് ബോട്ട് വന്ന് കിടക്കുന്നുണ്ടോ? ഇത് പോള കൂടി അങ്ങ് വെട്ടുത്തുരത്തേക്ക് അപ്പുറത്ത് പോയായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ സ്പോട്ടിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതുകൊണ്ട് ഒരു മരം പെടന്ന് അത് കിടക്കുന്നുണ്ടോ? ആ റോഡും കൂടെ പോയി. ഇതുപോലെ ഇതിന് ചുറ്റും നിൽക്കുന്ന മരങ്ങൾ പെടന്നാൽ ആ കെട്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ കെട്ടുകളെല്ലാം പോയി, ഈ കെട്ടുകളെല്ലാം മറിയും. അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഇതിനൊരു അനുവാദം മേടിച്ച് ഈ മരങ്ങളൊക്കെ വെട്ടണം. എന്നിട്ട് അതിന് പറ്റിയ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിക്കണം. തോന്നിയ വാസം തോന്നുന്ന രീതിയിൽ അല്ല ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്.